കാലത്തിന്റെ ചിറകുകൾക്ക് വേഗതയേറുമ്പോൾ ചരിത്രം ഉണ്ടാവുകയും പിന്നീട് അത് വിസ്മൃതിയിലേക്ക് മറയുകയും ചെയ്യുന്നു. അഡലേഡ് മലയാളികളുടെ കുടിയേറ്റ ചരിത്രത്തിന് ഏതാണ്ട് 43 വർഷത്തെ പഴക്കമുണ്ട്. ഇന്ന് നാം കാണുന്ന സൗകര്യങ്ങളും ആധുനിക വിവര സാങ്കേതിക വിദ്യയും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഒരു തലമുറ ഇവിടെ വരികയും ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയും ചെയ്തു. അഡലേഡ് മലയാളികളുടെ കുടിയേറ്റ ചരിത്രത്തിലൂടെ ഒരു യാത്ര. ഈ ചരിത്ര വിവരണത്തിൽ ഞങ്ങളോട് സഹകരിച്ച എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കാലത്തിന്റെ ചിറകിലേറി വിസ്മൃതിയിലേക്ക് മറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ വിട്ടുപോയിട്ടുണ്ടാവാം. ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ തരാൻ കഴിയുമായിരുന്ന ചിലരെ കണ്ടുമുട്ടാൻ കഴിയാതിരുന്നിട്ടുണ്ടാവാം. ലഭ്യമായ വിവരങ്ങൾ വെച്ച് നമ്മുടെ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം. അഡലേഡ് മലയാളികളുടെ ചരിത്രം അമ്മയുടെ ചരിത്രമാണ്. നമ്മുടെ മലയാളി സമൂഹത്തെ ഒരു കുടക്കീഴിൽ അണിനിരത്തുന്നതിനും നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്കുന്നതിനും അമ്മ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അമ്മയുടെ ചരിത്രത്തിലൂടെ ഒരു യാത്ര. പാദമുദ്രകൾ. സനാതനധർമ്മം പുലർന്നിരുന്ന ഒരു സംസ്കാരത്തിൽ നിന്നും മൾട്ടി കൾച്ചറൽ സമൂഹത്തിലേക്ക് പറിച്ചു നടപ്പെട്ടപ്പോൾ തലമുറകളായി കിട്ടിപ്പോന്ന സാംസ്കാരിക പൈതൃകവും നന്മയും മനസ്സിന്റെ ഒരു കോണിൽ മലയാളി എന്നും സൂക്ഷിച്ചുപോയി. ലഭ്യമായ ചരിത്ര വസ്തുതകൾ വച്ച് മലയാളികൾ ഏതാണ്ട് 69-70 അഡലൈഡിലേക്ക് കുടിയേറ്റം ആരംഭിച്ചു. മെച്ചപ്പെട്ട തൊഴിലവസരങ്ങളും ജീവിത രീതികളും തേടിയുള്ള സ്കിൽഡ് മൈഗ്രേഷൻ ആയിരുന്നു ആദ്യകാല കുടിയേറ്റങ്ങൾ. ആദ്യകാല കുടിയേറ്റക്കാരിൽ PJ കുരുവിള, ഈപ്പൻ, മേനോൻ, നമ്പ്യാർ എന്നിവർ കുടുംബസമേതവും ഡെപ്യൂട്ടേഷനിൽ ഇവിടെ ജോലി ചേരുന്ന 2 IAS ഓഫീസേഴ്സും കുടുംബവും ആണ് അഡ്ലൈഡിൽ സാന്നിധ്യമറിയിച്ച ആദ്യ മലയാളികൾ എന്ന് കരുതുന്നു. പിറന്ന മണ്ണിന്റെ സുഖമുള്ള ഓർമ്മകളും നഷ്ടങ്ങളും ഹൃദയത്തിന്റെ ഒരു കോണിൽ ഏകാന്തതയുടെ ചുഴികൾ തീർക്കുമ്പോൾ അമ്മ മലയാളിക്ക് പ്രത്യാശയും ആശ്വാസവും നൽകും. കേരള നാടിന്റെ കൊച്ചു പകർപ്പായി അമ്മ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. കാരണം അമ്മ അഡലേഡ് മലയാളികൾക്ക് മാതൃസ്നേഹം പകർന്നു തരുന്ന ഒരു തറവാടാണ്. ഒറ്റപ്പെടുന്ന മനസ്സുകൾക്ക് മാതൃത്വത്തിന്റെ സാന്ത്വനവും.